നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച 7ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഡിഗ്രിയുടെ ഒക്കെ ആ പഴയ കൂട്ടുകാരൊക്കെ ചേർന്നൊരു വാട്സപ്പ് കൂട്ടായ്മ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ സൗഹൃദം പങ്കിടുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സത്യം പറഞ്ഞാൽ ആ പഴയ സൗഹൃദങ്ങളൊക്കെ വീണ്ടും പുനഃസ്ഥാപിക്കും. നമ്മൾ മുമ്പ് കണ്ടു മറന്നവരെ വീണ്ടും കാണും. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഈ കൂട്ടായ്മകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ട്. നമ്മൾ ചില മീറ്റപ്പ് വെക്കുന്നുണ്ട്, അതിൽ പരസ്പരം ആളുകളെ കാണുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ഒരുപാട് പേരുടെ കുടുംബബന്ധം തകർന്നിട്ടുണ്ട്. പലപ്പോഴും ആണും പെണ്ണും ഉള്ള ഈ കൂട്ടായ്മകളാണോ അത് അടിയിൽ ചെന്ന് അവസാനിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതം കൊണ്ട് തകരുകയോ ചെയ്യുന്ന 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഈ യുവതിയുടെ കാര്യം പറയാം. ഈ യുവതി വളരെ സന്തോഷമായിട്ട് ഭർത്താവ് 2 മക്കളായിട്ട് ജീവിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇവരുടെ 7ാം ക്ലാസ്സിൽ മുമ്പ് പഠിച്ചവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. എല്ലാവരും വാട്സപ്പിൽ ചേർന്നു. അപ്പോഴാണ് മുമ്പ് ഇവൾക്കൊരു ക്രഷ് തോന്നിയിരുന്ന ഒരാൾ ആ കൂട്ടായ്മയിലുണ്ട്. അങ്ങനെ തമ്മിൽ, കാരണം ആണും പെണ്ണൊക്കെ ഗ്രൂപ്പിലുണ്ടല്ലോ, കാരണം ഇതൊക്കെ പണ്ട് പഠിച്ചിരുന്ന ആളുകളൊക്കെ ഓരോ വ്യക്തികളായി മാറി, ഓരോ കുടുംബിനികളും കുടുംബനാഥന്മാരൊക്കെ ആയിട്ട് മാറിയ സമയമാണ്. ഇവൾക്കാണെങ്കിൽ ഇവളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് പറയാൻ ഒരു ഇടമായിട്ട് മാറിയാര്? ഈ പഴയ കൂട്ടുകാരൻ. അങ്ങനെ സംസാരിച്ച് നല്ല സൗഹൃദമായി. സൗഹൃദാവാന്ന് പറഞ്ഞാൽ ആ പഴയ ഒരു കളിക്കൂട്ടുകാരാവുന്ന ഒരു കാലത്തിലേക്ക് വരികയാണ്. അങ്ങനെ വന്ന് ഇവനിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഇവൾ ആ സ്നേഹക്കൂടുതൽ കൊണ്ട്, പ്രണയക്കൂടുതൽ കൊണ്ട് ഇവൾ എവിടുന്നെങ്കിലുമൊക്കെ കാശ് കടം വാങ്ങിയിട്ട് ഇവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇവനാണെങ്കിൽ എന്തോ ഒരു കല്യാണം ഇടക്ക് വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ട് ഇപ്പോൾ ഭാര്യയൊന്നും ഇല്ലാതെ കഴിയുന്ന ഒരാളാണ്. അങ്ങനെ ഇവരുടെ പ്രണയബന്ധം ഇങ്ങനെ പൂത്തൊലിഞ്ഞ് നിൽക്കുകയാണ്. ഇത് പുറത്തൊരാളോട് പറയാൻ പറ്റുമോ? അങ്ങനെ ഇവനൊടുവിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഇവളെപ്പോൾ എന്തായാലും കെട്ടാൻ പറ്റൂലല്ലോ. ഇവളൊരുത്തൻ്റെ ഭാര്യയാണ്, 2 മക്കളുടെ മാതാവാണ്. അത് ഇവൾക്ക് സഹിക്കുന്നില്ല. നീ അങ്ങനെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഒരു സ്നേഹബന്ധം കാരണമാണ് ഇവള് പലരുടെ കയ്യിൽ നിന്നും ഈ കാശ് കടം മേടിച്ചിട്ട് ഇവനെ കൊടുത്ത് സഹായിച്ചിരുന്നത്. ഇതൊക്കെ പ്രണയത്തിന്റെ പേരിൽ ആണുങ്ങളല്ലേ ആൾക്കാർ ഇതൊക്കെ നന്നായിട്ട് വാങ്ങുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഇവൾക്ക് ദേഷ്യം സങ്കടം സഹിക്കാൻ വയ്യാതെ ഇവൻ കാറിൽ പോകുമ്പോൾ കാറ് തടഞ്ഞ് നിർത്തി ഉള്ളിൽ നിർബന്ധിപ്പിച്ച് കയറി സീറ്റൊക്കെ കുത്തി കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇവളുടെ ഉള്ളിലുള്ള ആ ഒരു ഡിപ്രഷൻ ഈ രീതിയിലൊക്കെയാണ് ഇവൾ എക്സ്പ്രസ് ചെയ്തത്. ഇവൻ പറഞ്ഞിട്ട്, പൊന്നു മോളെ, ഇതൊന്നും നടക്കണമല്ല, പ്രാക്ടിക്കലായ കാര്യങ്ങളാണ്. നിനക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, സമൂഹം അറിയും, സൊസൈറ്റി അറിയും. ഇവനൊടുവിൽ ചെയ്തെന്താ പറയുക, ഇവള് നേരെ ഇവന്റെ വീട്ടിൽ കണ്ടുപോയി. ആ സമയത്ത് ഇവന്റെ മാതാവിന്റെ സഹോദരി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇവള് ആ ആൾ തടുത്തു. ഇവിടേക്ക് പോയി അതിനൊക്കെ ഉണ്ട് തട്ടി മാറ്റി കയ്യിലൊരു കത്തിയുണ്ട് നേരെ ഇവന്റെ ബെഡ്റൂമിലുണ്ട് കയറിയിട്ട് വാതിലുകൊണ്ട് അടച്ചു. ഈ സ്ത്രീ ആകെ, വീട്ടിലുള്ള ആളുകളാകെ ബഹളം വെച്ചു. നാട്ടുകാർ വന്നു. വാതിൽ ചവിട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ ആ പെണ്ണ് സ്വയം ജീവനൊടുക്കി. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഒരു പെണ്ണിൻ്റെ ഇത് ഞാൻ തിരുവനന്തപുരത്ത് ഇന്നലെ നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് പണ്ടത്തെ സൗഹൃദം പുനഃസ്ഥാപിച്ചിട്ട് 2 പേരുടെ കുടുംബം തകർന്നില്ല. ആ മക്കള് തങ്ങളുടെ മാതാവ് ഇങ്ങനെയൊരു ഒരു കൗമാര പ്രണയത്തിന്റെ പിന്നാലെ പോയി ജീവൻ ഒടുക്കിയെന്ന് മനസ്സിലാക്കൂലേ? ആ ഭർത്താവിന്റെ ഒരു നാണക്കട ആലോചിച്ചോക്ക്. അവരെന്നെ വേണ്ട ഇനി ഇതിന്റെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാതെ ക്യാഷ് കൊടുക്കുക, അല്ലാതെ കാമകെടുത്ത് കൊടുക്കുവോ? ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ള ഗുണങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാനും ഈ കൂട്ടായ്മയിലുണ്ട്. എൻ്റെ 10ാം ക്ലാസ്സുകാരെ കൂട്ടായ്മ ഉണ്ട്, ഡിഗ്രിക്കാരെ കൂട്ടായ്മ ഉണ്ട്, PGക്കാരെ കൂട്ടായ്മ ഉണ്ട്, വേറെ പല കോഴ്സുകളും ഇടക്ക് കഴിഞ്ഞാൽ അവരുടെ ഒക്കെ കൂട്ടായ്മകളുണ്ട്. അതിൽ ആണും പെണ്ണുള്ള കൂട്ടായ്മകളുണ്ട്, വെറും ബോയ്സ് മാത്രമുള്ള കൂട്ടായ്മകളുണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ ഒരാളോടും അങ്ങനെ അനാവശ്യമായ ഗുഡ് നൈറ്റിനും ഗുഡ് മോർണിംഗിനും ചാറ്റിങ്ങിനും നിൽക്കണില്ലെങ്കിൽ നമ്മളെ കുറിച്ചൊരു വില ഉണ്ടാവും. ഇപ്പം നമുക്ക് ആ കൂട്ടായ്മയിൽ അറിയാം. അപ്പം അതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. 10ാം ക്ലാസ്സിലുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയിൽ തന്നെ പല സ്ത്രീകളും, ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോഴാണ് എനിക്ക് 10ാം ക്ലാസ്സുകാരുള്ളൂ. ഇന്ന് അവർ കല്യാണം കഴിക്കാനായ മക്കളുടെ ഉമ്മയാണ്. എൻ്റെ പ്രായപ്പോൾ ഓർക്കും ഉണ്ടാവൂലേ? പെണ്ണുങ്ങളാകുമ്പോൾ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് രാത്രി രാത്രി ഓരോ മെസ്സേജ് അയക്കാണെന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ ഇങ്ങനെ അഡ്മിൻ പാനൽ ഇങ്ങനെ വരും, ഓനെ ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ഈ ഒരു ഞരമ്പിന്റെ സൂക്കടുള്ളത് എല്ലാവരിലും ഉണ്ടാവും. പിന്നെ ഓരോരുത്തരും 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പ്, +2ന്റെ ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ആ ഒരു +2ന്റെ മനസ്സിലേക്ക് എത്താണ്. അന്നത്തെ +2 കാലം. അന്ന് ക്രഷ് തോന്നിയ ആമിന അവിടെ ഉണ്ട്. ആമിനാക്ക് മക്കളായി, ആമിനാക്ക് ഭർത്താവുണ്ട്. പിന്നെ എല്ലാവരുടെ ലൈഫിലും ചെറിയൊരു മരുഭൂമി ആയിട്ടുണ്ടാവും, ഒരു സ്നേഹത്തിന്റെ ഒരു മരുഭൂമി. അവിടെ എല്ലാവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയാണ് ഇവരിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ എന്തായി, ഇതിങ്ങനെ പുഷ്പിക്കാൻ തുടങ്ങും. കുടുംബബന്ധം തകർക്കാൻ ഈ കൂട്ടായ്മ ഒരു കാരണമായിട്ട് പലപ്പോഴും മാറലുണ്ട്. എത്ര കൂട്ടായ്മകൾ ഈ പ്രശ്നമുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം.
ആ 10ാം ക്ലാസ്സുകാരെ കൂട്ടായ്മയിൽ നിന്നാണ് ഒരു സ്ത്രീ മറ്റൊന്നിനെ വീണ്ടും പരിചയപ്പെടുന്നത്. അപ്പോൾ പണ്ട് ഇപ്പം എനിക്ക് എൻ്റെ 10ാം ക്ലാസ്സിലുള്ള കൂട്ടായ്മയിലുള്ള എല്ലാവരുടെ മുഖം ഓർമ്മയില്ല. അതായത് പഠിച്ച കാലത്തുള്ള ചിലർക്ക് ഇന്ന ഓർമ്മയുണ്ട്, ചിലർക്ക് എനിക്ക് അവരെ ഓർമ്മയില്ല, ചിലർക്ക് അവർക്ക് ഇന്ന ഓർമ്മയുണ്ട്, അങ്ങനെ ഇതായിരിക്കും. ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മയുള്ളവരുണ്ടാവും. ഈ ഒരു പെൺകുട്ടികളുമായുള്ള ഈ അടുപ്പം ഒരു പരിധി വിട്ട് അവർ തമ്മിൽ എന്തായി, ഭയങ്കര ബന്ധങ്ങളുണ്ടായി. 2 പേരുടെ പങ്കാളികൾ ഇതറിഞ്ഞു. ചെക്കൻ്റെ ആള് പറഞ്ഞു പെണ്ണിൻ്റെ ഇതിപ്പോൾ അത് ഇഷ്ടപ്പെടുമോ, ഇവർ തമ്മിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകല്. ഈ ഒരു മീറ്റപ്പ് കൊണ്ട് അവസാനം ആ മീറ്റപ്പ് അങ്ങോട്ട് അടിച്ച് പൊളിച്ചാണ്ട് വിട്ടു. അത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ വേണ്ടാന്ന് പറയും. കാരണം ഇത് പരാതിയായി. ഇതുകൊണ്ടാണ് കുടുംബബന്ധം തകരുന്നതെങ്കിൽ അതിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക? ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടത്തിലുള്ള ഒരാൾ പാവങ്ങളാണ്, വീട് നിർമ്മിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നറിയുമ്പോൾ നമ്മളെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ കൂടി ചേർന്ന് സഹായിച്ചിട്ട് വാർപ്പിന് കാശുണ്ടാക്കി കൊടുക്കുക, അങ്ങനെ പല കല്യാണത്തിന് കാശ്, അങ്ങനെ ഒരുപാട് സഹായങ്ങളുണ്ട്. ഈ സഹായങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ ഒരു ഇടല്ലേ. ഇപ്പം എൻ്റെ കുട്ടി +2 പാസ്സായി, എൻ്റെ കുട്ടി പാസ്സായി, ഞാൻ ഇന്ന കോഴ്സ് എടുത്തു, അത് കാണുമ്പോൾ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്ലസൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ, ഈ മുമ്പ് പഠിച്ചവരുടെ ഈ കൂട്ടായ്മ കൊണ്ട് ഗുണമാണോ ദോഷമാണോ എന്ന് വെച്ചാൽ ഗുണം തന്നെയാണ് ഏറെ ഉള്ളത്. പക്ഷെ ഇതുപോലെ കുടുംബ ബന്ധം തകർക്കുന്ന ഒരുപാട് കണക്ഷൻസ്, കാരണം എല്ലാവരുടെ മനസ്സിലും ഒരു പ്രണയം വറ്റിയിട്ടുണ്ടാവും ഈ വിവാഹമൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേ. അപ്പോൾ അവനവൻ്റെ ഭാര്യമാരെ കാണുമ്പോൾ വലിയൊരു വൈകാരികമായ തലമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഭാര്യ എത്ര ഭംഗിയുള്ള അടിപൊളിയിൽ നടന്നാലും സ്വന്തം ഭർത്താവിന് ആ ഭാര്യയുടെ ഭംഗി ആസ്വദിക്കാനോ അതിനങ്ങോട്ട് കാണുമ്പോഴേക്ക് വൈകാരിക തള്ളിച്ചൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇതേ സമയം അത്രയൊന്നും ഭംഗിയില്ലാത്ത അടുത്ത വേറൊരുത്തൻ്റെ ഭാര്യ നല്ല ഡ്രസ്സ് ഇട്ട് കണ്ടാൽ ഒരാകർഷണീയത തോന്നും. ഇതാണ് മനുഷ്യൻ. ഇത് ഫ്രോയിഡ് പണ്ടേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഭാര്യമാരെ കാണുമ്പോൾ മറ്റോൻക്കിത് തോന്നും, ആണും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെ പുരുഷന്മാരെ കാണുമ്പോൾ ഈ തോന്നില്ല. അത് നമ്മൾ വേറെ വീഡിയോയിൽ നമ്മൾ വിഷയം പറഞ്ഞു. 2 പേരുടെയും ഈ ഒരു ഹോർമോണുകൾ വർക്ക് ചെയ്യുന്നത് 2 രീതിയിലാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് എവിടെയൊക്കെ ഈ ഒരു നനഞ്ഞോടുണ്ടോ അവിടെയൊക്കെ കുഴിച്ചു നോക്കും, വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കളയും. സ്ത്രീകളാണെങ്കിൽ തങ്ങളോട് ഭയങ്കര കെയറിങ് നടത്തുന്ന, തങ്ങളോട് ഭയങ്കര സ്നേഹം കാണിക്കുന്ന ഒരാളോട് മനസ്സങ്ങോട്ട് തുറക്കും. ഒന്ന് ഞാൻ പറയാം, ആരോടും നിങ്ങൾ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യരുത്. മുഴുവനായിട്ട് നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയണ്ട. എന്താണ് ഇതിൻ്റെ ആവശ്യമുള്ളത്? അത് സ്വന്തം ഭർത്താവിനോടാണെങ്കിൽ പോലും പങ്കാളിയോടാണെങ്കിലും പറയേണ്ട അഭിപ്രായക്കാരനാണ് ഞാൻ. പല സ്ത്രീകളും ഇതിൽ കിടന്നിങ്ങനെ നിരകും. എന്തൊക്കെയാണ് ചില കൂട്ടായ്മകൾ, ഞാനടക്കമുള്ള കൂട്ടായ്മകൾ കാണുന്നതാണ്. നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര ജാടയായിട്ടല്ല, നമുക്കിപ്പോൾ ഇത് പൂജയൊക്കെ ഉണ്ട്, നമ്മുടെ കുടുംബത്തിൽ എന്നിട്ട് നമ്മുടെ മൊബൈലിൽ ലോക്കൊന്നുമില്ല. പിന്നെ എന്തിനാണ് ആ സന്തോഷം കളയണത്? അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഓരോ സ്വകാര്യതയിലേക്ക് വരുന്ന ചോദ്യങ്ങൾ, അത്തരം ആഗ്രഹങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ, ഒരു ലേഡി വിളിച്ചാലും എൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അത് ലൗഡ് ചെയ്ത് വെക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. കാരണം എന്നോടാരും ആ രീതിയിൽ വിളിക്കാനുള്ള ആളുകളില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? വിളിക്കുമ്പോൾ എത്ര പേരുടെ ഫോൺ 2-3 ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ലോക്കിട്ട് വെക്കണത് മോശമായ അഭിപ്രായക്കാരനൊന്നുമില്ല ഞാൻ. കാരണം കുട്ടികൾ നമ്മുടെ ഫോണിൽ ഒരുപാട് ബാങ്കിങ് സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടും വീട്ടിൽ കുട്ടികളുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു സുരക്ഷയ്ക്ക് നമ്മൾ വേണ്ടിയിട്ട് ഫോൺ ലോക്ക് ചെയ്ത് വെക്കണം. പക്ഷെ നമുക്ക് എത്രത്തോളം ഉറപ്പ് പറയാൻ പറ്റും ഇത് ഈ രീതിയിലാണ് എന്നുള്ളത്? പല കൂട്ടായ്മകളിലും നമ്മുടെ സ്വന്തം പങ്കാളിക്ക് കേൾപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വോയിസ് ചാറ്റുകളാണ് നടക്കുന്നത്. എന്നിട്ട് വീഡിയോ കോളൊക്കെ വന്ന് ഒരു കുടുംബ ബന്ധം തകർക്കുന്ന രീതിയിലാവരുത്. ഒരാളെ സഹായിക്കാനാണെങ്കിൽ ഓക്കെ. അപ്പം ഞാൻ ഈ ഒരു തിരുവനന്തപുരത്ത് ഈ സംഭവം ഇതിങ്ങനെ ഒരു നാണക്കേടാവാൻ കാരണം ഇത് 100 കണക്കിന് സംഭവം നടക്കുന്നുണ്ട്. ഒടുവിൽ ഇങ്ങനെ ജീവനൊടുക്കിയൊരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇതൊരു വാർത്തയായത്. ഈ പക്ഷേ വാർത്ത നിങ്ങളൊക്കെ കേട്ട ആളുകളായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. നമ്മൾ എങ്ങനെയാണോ, നമ്മൾ സ്റ്റാൻഡേർഡ് ആണോ, നമുക്ക് പ്രശ്നമില്ല. അതല്ല നമ്മുടെ പ്രവർത്തനം കാരണം കുടുംബബന്ധം തകരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്ന് മെല്ലെ സ്കിപ്പ് ചെയ്യലാണ്, മെല്ലെ അതിൽ നിന്ന് പുറത്ത് കിടക്കലായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.